നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ.ആർ. ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ കോളനിയിൽ നിന്നുള്ള 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കോളനിയിൽ എത്തിച്ച് സംസ്കരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി സഹകരണ സംഘം ഭരണസമിതി 5 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി സാധാരണക്കാരെ വഞ്ചിച്ചെന്നാരോപിച്ച് രൂപീകരിച്ച സമരസമിതിയുടെ യോഗം സഹകരണ സെൽ ജില്ലാ കൺവീനർ MV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി വടക്കുമുറിയിൽ ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന തണൽ വീടിന്റെ ശിലാസ്ഥാപനം ഒബേറോൺ ഗ്രൂപ്പ് ചെയർമാൻ MA മുഹമ്മദ് നിർവഹിച്ചു. ചടങ്ങ് കല്യാൺ സിൽക്സ് CMD TS പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ കിഴക്കേ പള്ളിയിൽ രക്തദാന ക്യാമ്പും കല്ലൂർ പടിഞ്ഞാറ് ഇഞ്ചക്കുണ്ട് പള്ളികളിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ കോളനിയിൽ നിന്നുള്ള 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കോളനിയിലെത്തിച്ച് സംസ്കരിച്ചു. കാടർ വീട്ടിൽ പരേതനായ സുബ്രന്റെ മകൻ 16 വയസ്സുള്ള സജിക്കുട്ടൻ, പരേതനായ രാജന്റെ മകൻ 8 വയസ്സുള്ള അരുൺ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 കോളനിയിൽ എത്തിച്ചത്. സർക്കാരിനു വേണ്ടി മന്ത്രി K രാജൻ റീത്ത് സമർപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം കോളനിയിൽ തന്നെയുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ 2-ാം തീയതി മുതലാണ് ഇരുവരെയും കാണാതായത്. ശനിയാഴ്ചയാണ് ഇരുവരുടെയും മൃതദേഹം കോളനിക്ക് സമീപം കാട്ടിൽ നിന്നും കണ്ടെത്തിയത്. മരിച്ച അരുൺ വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിയാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ഹോസ്പിറ്റൽ സൂപ്രണ്ട് MV റോഷ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് വലിയ ഇടപെടലാണ് ആരോഗ്യ മേഖലയിൽ നടത്തുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ ഒരു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പൊക്കെ സർക്കാർ ആശുപത്രികളിലേക്ക് ആളുകളുടെ വരവ് വളരെ ചേർന്നിരുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി സഹകരണ സംഘം ഭരണസമിതി 5 കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി അടച്ചുപൂട്ടി നിക്ഷേപകരായ സാധാരണക്കാരെ വഞ്ചിച്ചെന്നാരോപിച്ച് രൂപീകരിച്ച സമരസമിതിയുടെ യോഗം സഹകരണ സെൽ ജില്ലാ കൺവീനർ MV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം സഹകരണ സെൽ നിയോജക മണ്ഡലം കൺവീനർ ബൈജു ചെല്ലിക്കര അധ്യക്ഷത വഹിച്ചു. സഹകരണ സെൽ ജില്ലാ കമ്മിറ്റി അംഗം AD സർജദാസ് നിയമവശങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പട്ടികജാതി മോർച്ച പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാർ, സമരസമിതി ചെയർമാൻ വിനീത്, വൈസ് ചെയർമാൻ റാണി നെല്ലായി എന്നിവർ പ്രസംഗിച്ചു. ഈ റിസർവ് ബാങ്കിന്റെ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളും സൊസൈറ്റി സ്ഥാപനങ്ങളും അതിന്റെ അണ്ടറിൽ വരണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരും സഹകരണ സംഘടനകളും അതിനെ എതിർത്തുകൊണ്ടാണ് അതിൽ ലയിക്കാതെ റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ നിന്ന് മാറിക്കൊണ്ട് വരന്തരപ്പള്ളി വടക്കുമുറിയിൽ ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന തണൽ വീടിന്റെ ശിലാസ്ഥാപനം ഒബേറോൺ ഗ്രൂപ്പ് ചെയർമാൻ MA മുഹമ്മദ് നിർവഹിച്ചു. ചടങ്ങ് കല്യാൺ സിൽക്സ് CMD TS പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി തണൽ വീട് പ്രസിഡന്റ് CS സലീം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ഷൈജു പട്ടിക്കാട്ടുകാരൻ, PK നവാസ്, P അബ്ദുൽ മജീദ്, TI നാസർ, PK ജലീൽ, PK ബഷീർ, AA ലത്തീഫ്, TK റിയാസ്, CA ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ നാടിന്റെ മനുഷ്യന്റെ വേദനകളെല്ലാം ഏറ്റുവാങ്ങാനുതകുന്ന വലിയ ഒരു സംരംഭത്തിനാണ് ഇന്നിവിടെ തറക്കല്ല് നാട്ടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 20,000 സ്ക്വയർ ഫീറ്റിൽ ഇവിടെ ഒരു ഡയാലിസിസ് സെന്റർ ഉയർന്നു വരാൻ പോകുന്നു. സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരു പദ്യപത് പറയാറുണ്ട്, ആലിൻ തയ്യിനൊരാൾ അലിവോടെ വെള്ളം ഒഴിക്കിയാൽ
അതേകുന്നു തണൽ വരുവോർക്കൊക്കെയുമെന്ന്. ഒരാൾ ഒരു ആലിന് പൂമ്പളും വരുമ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ആല് പടർന്ന് പന്തലിച്ച് ആരാണ് എനിക്ക് വെള്ളം ഒഴിച്ചത്, ആരാണ് എന്നെ ഇത്രയും വലുതാക്കിയത് എന്ന ആലിന് അറിയില്ല. നല്ലൊരു മഹത്തായ സംരംഭത്തിനാണ് ഇന്നിവിടെ തുറക്കം കുറിച്ചിരിക്കുന്നത്. എല്ലാം നമ്മളുടെ നവാസ് മാഷ് പറഞ്ഞ പോലെ തന്നെ ആമുഖ പ്രസംഗത്തിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നാളെ ഈ കെട്ടിടം ഉയർന്നു വരുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളാണ് ഇതിൻ്റെ അംബാസഡർ. തീർച്ചയായിട്ടും സ്നേഹത്തോടെയുള്ള സംഭാഷണമാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ആ സ്ഥാപനത്തിൽ എത്ര സ്വന്തം മക്കൾ നോക്കുന്നതിനേക്കാളും മനോഹരമായി അവിടുത്തെ അന്തേവാസികളെ അവിടെയുള്ളവർ നോക്കുന്നുണ്ട് എന്നുള്ളത്. മണ്ണുംപേട്ട കരുവാപ്പടിയിൽ പുണ്യ പ്രൊഡക്ട്സിൻ്റെയും V1 അസോസിയേറ്റ്സിൻ്റെയും സൗഹൃദ കൂട്ടായ്മയുടെ വാർഷികാഘോഷവും പാലിയേറ്റീവ് അംഗങ്ങളുടെ സ്നേഹ കൂട്ടായ്മ വിരുന്നും ഒരുക്കി. KK രാമചന്ദ്രൻ MLA പാലിയേറ്റീവ് സഹായ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സിനിമാ താരം സുനിൽ സുഗത വിശിഷ്ടാതിഥിയായിരുന്നു. NV വൈശാഖൻ മുഖ്യപ്രഭാഷണം നടത്തി. PN വിനീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM ചന്ദ്രൻ, അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രാജേശ്വരി, KR രാഹുൽ, KU ദിലീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഇത്ര കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ജീവിതത്തോടുള്ള മല്ലിടലിന് വേണ്ടി 7 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ സംരംഭം വീടിനകത്ത് നാട്ടുപ്രദേശത്തെ 16 വരുന്ന ചെറുപ്പക്കാർ ഈ സംരംഭത്തിന് രൂപം നൽകുകയും ഇവിടെ V1 അസോസിയേറ്റ്സ് പുണ്യ പ്രൊഡക്ട്സ് സംയുക്തമായി നടത്തുന്ന വാർഷികാഘോഷം പാലിയേറ്റീവ് അംഗങ്ങൾക്കുള്ള ഒപ്പിവിടകൾ എന്നതിനുള്ള ഈ സംയുക്ത പരിപാടി സ്നേഹകൂട്ടായ്മ. സമൂഹത്തിൽ തൻ്റെ വീട്, തൻ്റെ ഭാര്യ, തൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വയം ഒതുങ്ങുന്ന സമയത്ത് അന്യൻ്റെ വേദനക്കാരാണ് അവരെ തന്നാൽ സാധിക്കുന്ന വിധത്തിൽ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി എന്ന് അതിനുള്ള പ്രവർത്തനമൊക്കെ ശ്ലാഘനീയമാണ്. വിശ്വപൗരനായി വളരുകയാണ് പോയ കാലങ്ങൾ കൊണ്ട് നിർവഹിച്ച വലിയൊരു രാഷ്ട്രീയ ദൗത്യമെന്ന് നാം ഓരോ മലയാളികളും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഓർമ്മിച്ചെടുക്കുന്ന കാലഘട്ടമാണ്. അളപ്പന ഗ്രാമപഞ്ചായത്തിലെ ചുരുക്കിയുള്ള ചെറുപ്പക്കാർ ജീവിതത്തിൽ മറ്റു പലർക്കും ഏതാണ്ട് മാർഗദർശിയായി ജീവിതത്തോട് എങ്ങനെ പടപെടുത്തണം. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി IMAയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി സന്നദ്ധ പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. ഫാദർ ജോയ് കൊള്ളനൂർ, ഫ്രാങ്കോ ഷാജൻ, ഈഷി ആൻഡോ, KK പോൾസൺ, ബ്ലിസൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ പള്ളിയിൽ KCYM സംഘടന ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെയും സീ വേൾഡ് ഒപ്റ്റിക്കൽസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. KCYM പ്രസിഡന്റ് സെബിൻ B കാവുങ്കൽ, ട്രസ്റ്റി റിൻസൺ മേലൂക്കാരൻ, സീ വേൾഡ് ഒപ്റ്റിക്കൽസിലെ ലിൻഡ, KCYM അനിമേറ്റർ സിസ്റ്റർ അഞ്ജലി ജിജോ, ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ PRO ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. 400ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. രോഗനിർണയം നടത്തി. കല്ലൂർ പടിഞ്ഞാറ് ഹോളി മേരി റോസറി പള്ളിയിൽ മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ റാണി മേനോൺസ് ഐ ക്ലിനിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു നേത്ര പരിശോധന. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അന്തരിച്ച മുൻ കൃഷിമന്ത്രി PP ജോർജിന്റെ പുതുക്കാട് വസതിയിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ സന്ദർശനം നടത്തി. കുടുംബാംഗങ്ങളുമായി മുരളീധരൻ സൗഹൃദം പങ്കിട്ടു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, മുൻ MLA MK പോൾസൺ, DCC സെക്രട്ടറി സെബി കൊടിയൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, PP ചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അളകപ്പനഗർ പഞ്ചായത്ത് 9ാം വാർഡിലെ വരാക്കര, പീച്ചാമ്പള്ളി, കാവലൂർ വഴി കാന, കലുങ്ക് പാലം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷയായിരുന്നു. ജിജോ ജോൺ, ഭാഗ്യവതി ചന്ദ്രൻ, പ്രേമവല്ലി, MP വർഗീസ്, വിജയൻ, CA ഷാജു, സ്വപ്ന ഷാജു എന്നിവർ സംസാരിച്ചു.
അതുപോലെ നമ്മുടെ ഈ ഇതിൻ്റെ ഉദ്ഘാടകൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിൻസൻ തയ്യാൽക്കലിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഭാഗ്യവതി ചന്ദ്രനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുൻ മെമ്പറും നമ്മുടെ നാട്ടുകാരിയും കൂടിയായ പ്രേമവല്ലി ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആമ്പലൂർ സിഗ്നലിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ശനിയാഴ്ച രാത്രി 8ഓടെയായിരുന്നു അപകടം. 2 കാറുകളും 1 ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂൾ 40ാം വാർഷികവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. SN പ്രീ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ കലാരംഗത്ത് മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രശസ്ത സീരിയൽ താരം ചിത്ര പ്രസാദ്, മാസ്റ്റർ ജാദവേദ് കൃഷ്ണൻ, മുൻ സംഗീതാധ്യാപിക വാസന്തി വിജയകുമാർ, യോഗാസന ദേശീയ ചാമ്പ്യൻ മാസ്റ്റർ ശ്രീനികേത് എന്നിവരെ ചടങ്ങിൽ MLA ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ, വൈസ്മെൻ ക്ലബ്ബ് ഗവർണർ ജോബി പുത്തരിക്കൽ, SN സ്കൂൾ ഡയറക്ടർ PR വിജയകുമാർ, ഹെഡ് മിസ്റ്റേഴ്സ് ബേബി വിജയകുമാർ, പുതുക്കാട് ടൗൺ വൈസ്മെൻ ക്ലബ്ബ് സെക്രട്ടറി KL സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. നവീകരണം പൂർത്തീകരിച്ച തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെ ആയുർ കർമ്മ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10-ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയാകും. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EV സോണിയ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശരണ്യ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരീഷ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തിങ്കൾ രാവിലെ 9 മണിക്ക് നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ ഉദ്ഘാടനം നിർവഹിക്കും. നടൻ ദിലീപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിക്കും. വൃക്ക രോഗബാധിതനായ വരന്തരപ്പള്ളി സ്വദേശി സുമനസ്സുകളുടെ സഹായം തേടുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന മഠത്തിക്കാട്ടിൽ അശോകനാണ് ചികിത്സാ സഹായം തേടുന്നത്. വലിയൊരു തുക തന്നെ ചികിത്സയ്ക്ക് ആവശ്യമാണ്. നിർധന കുടുംബത്തിനെ സഹായിക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വാർഡ് അംഗം എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ വരന്തരപ്പള്ളി ബ്രാഞ്ചിൽ AV ജഗദമ്മ, TS അനിൽകുമാർ, അജിത എന്നീ പേരിലാണ് ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിരിക്കുന്നത്. അക്കൗണ്ട് നമ്പർ 0218100000280218. IFSC കോഡ് IOBA 00000218. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495423029. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മലയാളത്തിലെ ആദ്യ സംഗീത ആൽബം പുറത്തിറക്കി. സൂപ്പർ ഹീറോ എന്ന പേരിൽ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷാണ് ആൽബം ഒരുക്കിയിരിക്കുന്നത്. പാട്ടും മിമിക്രിയും ഡാൻസും സാങ്കേതികവിദ്യയും കോർത്തിണക്കി ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവൻ തന്നെയാണ് ഹീറോ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ കുഞ്ഞ് ആൽബത്തിലൂടെ ചെയ്യുന്നത്. ഡാവിഞ്ചി സുരേഷിൻ്റെ വരികൾക്ക് അരുൺ പ്രസാദാണ് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചത്. ഗാനം പാടിയിരിക്കുന്നതും ശബ്ദാനുകരണം നൽകിയിരിക്കുന്നതും മിമിക്രി താരം നിസാം കോഴിക്കോടാണ്. ദുബായിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയായ അനസ് ക്രിയേറ്റ് ചെയ്ത AI വിഷ്വലാണ് ഗാനദൃശ്യങ്ങൾക്കായി പരീക്ഷണാർത്ഥം ഉപയോഗിച്ചിട്ടുള്ളത്. സൂപ്പർ ഹീറോ എന്ന പേര് ഈ ആൽബത്തിന് വയ്ക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവൻ തന്നെയാണ് ഹീറോ എന്ന് വരുന്ന രീതിയിലാണ് ഈ ഒരു ആൽബം പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. മറ്റുള്ളവരെ പോലെ നമ്മളാകാൻ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മളാകുന്നത്. ഞാൻ അനസ് റംസാൻ. ഞാൻ ദുബായിൽ ആനിമേഷൻ ഫീൽഡിൽ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. UAE മലയാളി ക്രിയേറ്റീവ് ഡിസൈനേഴ്സിൻ്റെ കൂട്ടായ്മയായ വരയുടെ ഒരു പ്രോഗ്രാമിൽ സുരേഷ് ഏട്ടനെ കണ്ടപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സുരേഷ് ഏട്ടൻ 3 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത ഒരു സ്റ്റോറി എന്നോട് ഷെയർ ചെയ്തു. സിംബാദ് ക്യാമറയും എഡിറ്റിംഗ് മെൻസ് ആന്റണിയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. സൗഹൃദ കൂട്ടായ്മയിൽ പിറന്ന ഈ ഗാനം അതിരപ്പള്ളിയിലെ റിസോർട്ടിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പറപ്പുകര പഞ്ചായത്ത് കാർഷിക കർമ്മസേനയിലേക്ക് സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുള്ളവരായിരിക്കണം അപേക്ഷകർ. കാർഷിക മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 55 വയസ്സ്. മാർച്ച് 12 വൈകിട്ട് 5 മണി വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. താല്പര്യമുള്ളവർ 9961730830 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കറുടെ ഒരു ഒഴിവുണ്ട്. അടിസ്ഥാന യോഗ്യത GNM നഴ്സിംഗ്. പ്രായപരിധി 40 വയസ്സിന് താഴെ. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6075 രൂപ, പവന് 48,600 രൂപ. അളഗപ്പ് നഗർ എരിപ്പോട് തെക്കേക്കര വാസുദേവൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച പാലക്കാട് തോണിപ്പാടത്തെ തറവാട്ട് വീട്ടിൽ. ഭാര്യ സരോജിനി. രമേശ്, രാകേഷ്, അഭിലാഷ്, പരേതനായ സുനിൽ എന്നിവർ മക്കളും. സന്ധ്യ, പ്രമീള, രഹന, സൗമ്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ കോളനിയിൽ നിന്നുള്ള 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കോളനിയിൽ എത്തിച്ച് സംസ്കരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി സഹകരണ സംഘം ഭരണസമിതി 5 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി സാധാരണക്കാരെ വഞ്ചിച്ചെന്നാരോപിച്ച് രൂപീകരിച്ച സമരസമിതിയുടെ യോഗം സഹകരണ സെൽ ജില്ലാ കൺവീനർ MV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി വടക്കുമുറിയിൽ ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന തണൽ വീടിന്റെ ശിലാസ്ഥാപനം ഒബേറോൺ ഗ്രൂപ്പ് ചെയർമാൻ MA മുഹമ്മദ് നിർവഹിച്ചു. ചടങ്ങ് കല്യാൺ സിൽക്സ് CMD TS പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ കിഴക്കേ പള്ളിയിൽ രക്തദാന ക്യാമ്പും കല്ലൂർ പടിഞ്ഞാറ് ഇഞ്ചക്കുണ്ട് പള്ളികളിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.